ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ എംഒ നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട്. നിങ്ങളുടെ കുട്ടികൾക്ക് കാൽഷ്യം കുറവുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? കുട്ടികളുടെ വളർച്ചയ്ക്ക്, ഹൈറ്റ് വയ്ക്കാൻ, അല്ലെങ്കിൽ നല്ല പല്ലുകൾക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കാൽഷ്യം എന്നത്. വളരെ ചെറിയ കുട്ടികൾക്ക് കാൽഷ്യം കുറവുണ്ടോ എന്ന് അറിയാൻ അവരുടെ ജനിച്ചു കഴിഞ്ഞാലുള്ള തലയിലെ ഈ പതുപ്പ് കുറച്ച് സാവധാനേ അടയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ പല്ല് വരാൻ വൈകുന്ന കുട്ടികൾക്കൊക്കെ കാൽഷ്യം കുറവ് കണ്ടുവരാറുണ്ട്. കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ അവർ കളിച്ചു കഴിഞ്ഞാലൊക്കെ പറയും കാലിന് വേദന, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ കാലിന് വേദന എന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ പല്ലുകളൊക്കെ പെട്ടെന്ന് കേടുവന്ന് പോവുക, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിലിറ്റി കാണിക്കുക കുട്ടികൾ, വിശപ്പ് കുറവ്, ഭക്ഷണം കഴിക്കാൻ മടി, ഒന്ന് വീഴുമ്പോൾ എല്ലൊക്കെ പൊട്ടുക, അല്ലെങ്കിൽ അവരുടെ നഖങ്ങളൊക്കെ കേടുവരിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാൽഷ്യം കുറവുള്ള കുട്ടികൾ കാണിക്കുന്ന സിംറ്റംസ്. കൂടാതെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മസിൽ കയറാനും ഇല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. പാല് അല്ലെങ്കിൽ പാലിന്റെ ഉൽപ്പന്നങ്ങളിലൊക്കെ റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യമാണ് ഉള്ളത്. കൂടാതെ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താം. മുത്താറി അല്ലെങ്കിൽ റാഗിയും നല്ല കാൽഷ്യത്തിന്റെ റിച്ച് സോഴ്സ് ആണ്. കൂടാതെ നമുക്ക് കൂടുതലായിട്ട് ഇലക്കറികളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താം. മധുരക്കിഴങ്ങൊക്കെ കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. നമ്മൾ ഇത്രത്തോളം ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടും കുട്ടികളുടെ ഈ ഒരു ബുദ്ധിമുട്ടിനൊരു കുറവും കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്ലഡിൽ വൈറ്റമിൻ ഡി കൂടി നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈ വൈറ്റമിൻ ഡി കാൽസ്യം അബ്സോർഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ്. ഇത്രത്തോളം ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും മുതിർന്നവരാണെങ്കിലും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുന്ന ടൈമിൽ അതിന് മുന്നേ പാലോ ഇല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. കൂടാതെ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും ഇല്ലെങ്കിൽ വയറുമായി സംബന്ധപ്പെട്ടിട്ട് അബ്സോർഷനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും ഇല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, അവരുടെ കിഡ്നി കൂടെ നമ്മുടെ കാൽഷ്യം എക്സ്ക്രീഷൻ കൂടുന്ന തരത്തിലൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഈ കാൽഷ്യത്തിന്റെ കുറവ് കണ്ടുവരാറുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ബ്ലഡിലെ കാൽഷ്യം ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കാൽഷ്യം കുറവാണോ എന്ന് മനസ്സിലാവും. കൂടാതെ നമ്മുടെ ഹോമിയോപ്പതിയിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സും നമ്മുടെ മെഡിസിൻസും ഡയറ്റും കൂടി കറക്റ്റ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് മാനേജ് ചെയ്യാം.